അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കുട്ടികളെ എങ്ങനെയാണ് പരിപാലിക്കേണ്ടതെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു ഒരു ശിഷ്യനുണ്ടായിരുന്നു. ആ ശിഷ്യൻ മഹാനായ ബുഖാരി ഇമാമിന്റെ ഉസ്താദാണ്. മഹാനായ മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു ആ ശിഷ്യനെ ഒരു ദിവസം പഠിക്കാത്തതിന്റെ പേരിൽ 10 അടി കൊടുത്തു. ഉസ്താദിന് വല്ലാത്ത വിഷമം തോന്നി. പിന്നീട് മഹാനായ മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു വിളിച്ചു വെച്ച് മോൻ എന്നോട് പൊരുത്തപ്പെട്ട് തരണമെന്ന് പറഞ്ഞു. ആ സമയത്ത് മഹാനായ മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹുവിനോട് ആ കുട്ടി പറഞ്ഞു, ഉസ്താദിന് ഞാൻ പൊരുത്തപ്പെട്ട് തരണമെങ്കിൽ ഓരോ അടിക്കും ഓരോ ഹദീസ് എനിക്ക് പറഞ്ഞു തരണമെന്ന് മഹാനായ മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹുവിനോട് ശിഷ്യൻ പറഞ്ഞു. അങ്ങനെ ഓരോ ഹദീസും മഹാനവറുകൾ കുട്ടിക്ക് പറഞ്ഞു കൊടുത്തു. 10 അടിക്ക് 10 ഹദീസാണ് പറഞ്ഞു കൊടുത്തത്. പിന്നീട് ആ കുട്ടി ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദ് എത്ര വേണമെങ്കിലും എന്നെ പഠിച്ചോളൂ, പക്ഷേ ഉസ്താദ് ഓരോ ഹദീസും എനിക്ക് ഇങ്ങനെ പഠിപ്പിച്ച് തന്നാൽ മതി. പഴയ കാലത്ത് കുട്ടികൾ പഠിക്കുന്ന രീതി അങ്ങനെയാണെങ്കിൽ, പക്ഷെ ഈ ജനറേഷന് ബീറ്റ ജനറേഷന്റെ കാലത്ത് കുട്ടികളെ സ്നേഹിച്ചിട്ടാണ് പഠിപ്പിക്കേണ്ടത്. അതിന് ഏറ്റവും നല്ല മാതൃക സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്.